ഹായ് ഓൾ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നത് ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ പി എസ് യുസിൽ 2025 ഗേറ്റ് വെച്ചിട്ട് ഫസ്റ്റ് ഗോൾ വന്നിരിക്കുന്നത് ഓക്കെ അല്ലേ. അപ്പം നമ്മുടെ ഈ പറഞ്ഞു വന്ന കരിയർ ഓപ്പർച്യൂണിറ്റി ആസ് എക്സിക്യൂട്ടീവ് ട്രെയിനി ത്രൂ ഗേറ്റ് 2025 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനകത്ത് മെയിനായിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് കെമിക്കലിലാണ്. നമ്മുടെ പേ സ്കെയിൽ വരുന്ന E2 ഗ്രേഡിലാണ് 60,000 to 1,80,000 വരെ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് സീറ്റ്സ് വന്നേക്കുന്നത് 21 ആണ്. രണ്ടാമത്തത് ഇൻസ്ട്രുമെൻറ്റേഷനിലാണ്. അവിടെ നമ്മൾ പറഞ്ഞു വരുന്ന 17ഓളം വേക്കൻസീസാണ്. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് പറയുന്നത് ഇലക്ട്രിക്കൽ 14 വന്നിട്ടുണ്ട്, മെക്കാനിക്കൽ 8 വന്നിട്ടുണ്ട്. BISൽ നമുക്ക് ഈ പറഞ്ഞു വന്ന 73ഓളം ടോട്ടൽ 30 വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ടോട്ടൽ നമുക്ക് 73ഓളം വന്നിട്ടുണ്ട്. ജനറലിന് 32ഓളം വന്നിട്ടുണ്ട്. ഓക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിക്യൂട്ടീവ് ട്രെയിനിയുടെ കേസിൽ 7ഓളം വേക്കൻസീസ് PWDയിൽ പോകുന്നുണ്ട്. ഫിസിക്കൽ ഇതിൽ വരുന്നതിൻ്റെ അകത്ത് പോകുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം അങ്ങനെ തന്നെ ഓരോ കേസുകളും പറയുന്നുണ്ട്. ഇതിന് വേണ്ടത് 65 മാർക്സാണ്. കെമിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പെട്രോളിയം, കെമിക്കൽ ടെക്നോളജി, ഇങ്ങനെയുള്ള എല്ലാം ഇതിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ ഈ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ അണ്ടറിൽ തന്നെയാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ്, അതുമെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതേപോലെ ഇലക്ട്രിക്കലിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് പവർ, അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വരും. മെക്കാനിക്കലിൻ്റെ അണ്ടറിൽ വരുമ്പോഴത്തേക്കും മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിലെ മാനുഫാക്ചറിങ്, മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ, ഇതെല്ലാം അതിൻ്റെ അകത്ത് 6 പറയുന്നുണ്ട്. എക്സിക്യൂട്ടീവ് ട്രെയിനിൻ്റെ അകത്ത് നമുക്ക് പറഞ്ഞു വരുന്നത് ബാച്ചലർ ഡിഗ്രി കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഓക്കെ അല്ലേ. അപ്പോൾ ഇവർക്കെല്ലാമാണ് നമുക്ക്. പക്ഷേ ഇവർക്കെല്ലാം ഒരു കാര്യമുണ്ട്, 2025 ഗേറ്റ് നമുക്കിപ്പോൾ എഴുതിയിട്ടേ ഉള്ളൂ, റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ തൻ്റെ ഉള്ളവർക്കാണ് ഈ പറഞ്ഞു വന്ന, അല്ലെങ്കിൽ അത്ര കോൺഫിഡൻസ് ഉള്ളവരോടെയാണ് ഇവർ ചലഞ്ച് ചെയ്യുന്നത്. പിന്നെ മേ ബി ചിലപ്പോൾ സം ടൈം, ഇപ്പം നമ്മുടെ ഇലക്ട്രോണിക്സുകളുടെ പരീക്ഷ കഴിഞ്ഞേ ഉള്ളൂ, അവരുടെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കാം, മേലെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. അപ്പോൾ ഇനിയും പറഞ്ഞു വരുന്നത് ഏജ് റിലാക്സേഷൻ്റെയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അതെല്ലാം നിങ്ങൾ നോക്കിയാൽ മതിയാവും ഈ പോർട്ടൽ വന്നിട്ട്. വേറെ പറയാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് SC/STക്കുള്ള എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ പറയാൻ മെയിനായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ, എക്സിക്യൂട്ടീവ് ട്രെയിനിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിലായിരിക്കണം ഗേറ്റ് എഴുതിയിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിൽ തന്നെ ആയിരിക്കണം. ഓക്കെ അല്ലേ. IN തന്നെ വേണം എക്സാം എഴുതാൻ. അതേപോലെ തന്നെ ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ തന്നെ വേണം ഈ എക്സിക്യൂട്ടീവ് ട്രെയിനി ഇലക്ട്രിക്കലായിട്ട് കയറുന്നത്. ഓക്കെ അല്ലേ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ തന്നെ വേണം എക്സാം എഴുതാൻ. മറ്റത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി വേണം കേസിലോ. ഓക്കെ അല്ലേ. അതേപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് വേറെ പറയാനുള്ള എന്താ ചോദിച്ചാൽ, ഇതെല്ലാം നമ്മൾ മറ്റേ ഡീറ്റെയിൽസുകളാണ്, എങ്ങനെ ഫോം പൂരിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിന് പൂരിപ്പിക്കാൻ വേണ്ട careers.gail.com ആണ് അപ്ലൈ ചെയ്യേണ്ട സ്ഥലങ്ങൾ. അവിടെ കയറിയാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസിൽ കാണാൻ പറ്റും. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ പോർട്ടലിൽ ഇതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഗെയിൽ online.com കയറിയാൽ ബാക്കിയുള്ള ക്ലാരിഫിക്കേഷൻ കരിയേഴ്സിൽ കയറിയാൽ നമുക്ക് കാണാൻ പറ്റും. 17th ഫെബ്രുവരിയാണ് ഓപ്പണിംഗ് ഡേറ്റ്. 18th till 6 o'clock വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽസ് ഗേറ്റിൻ്റെ നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിലും ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് ചെയ്യാൻ നോക്കുക. താങ്ക് യു.